പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തില് നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ വൻ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം പ്രിയ ഫെബാൻഡിയെ കണ്ടുമുട്ടുവാന് സിംഗപ്പൂരിൽ കടന്നുപോയപ്പോൾ അവിടെ വെച്ച് സഭയിൽ കടന്നു പോകുവാൻ ശുശ്രൂഷയിലായിരിക്കാനൊക്കെ ദൈവം ഒരു സാവകാശം തന്നു. അന്നാണ് ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുമുതൽ തുടർന്നുള്ള മീറ്റിങ്ങുകളിലൊക്കെയും അറ്റൻഡ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം അടിയനെ സഹായിച്ചു. അത് ഓരോ ദിവസത്തെയും മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. അത് ഓരോ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും ദൈവത്തിന്റെ കൃപയാൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്ന് പറയുവാൻ സർവശക്തനായ ദൈവം ഇടിയാക്കുന്നല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയവും ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ പ്രിയ പൈതലിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ, ശക്തമായിട്ട് ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. അതിനായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെയൊക്കെ തലമുറകൾ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ശക്തരായി ശോഭിക്കുവാൻ, ശക്തരായി പ്രയോജനപ്പെടുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ആമൻ എവിടെ നോക്കിയാലും പ്രതികൂലങ്ങള്, പ്രതിസന്ധികള്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ തലമുറയെ കുറിച്ച് കരയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി വിശ്വസ്തരായി കർത്താവ് കൊടുത്തിരിക്കുന്ന താലന്തുകൾ അവർ ദൈവരാജ്യത്തിന് വേണ്ടി വ്യാപാരം ചെയ്യുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന ഫേബാൻഡിയോടും എബനേസർ മലയാള ഫെലോഷിപ്പിനോടും എന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ ദൈവസഭയുടെയും ഒക്കെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ആമേൻ. മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമേൻ. പലരെയും പരിചയമില്ല, എനിക്ക് പരിചയമെന്ന് പറയുവാൻ ആരും തന്നെ ഈ മീറ്റിംഗിൽ ഞാൻ കാണുന്നില്ല. സ്തോത്രം. എന്നാല് നമ്മൾ ആമേൻ ദൈവാത്മാവിൽ ഒന്നിക്കപ്പെട്ടവരായി, ബന്ധിക്കപ്പെട്ടവരായി, ആമേൻ ഒരേ കുടുംബത്തിന്റെ മക്കളായി ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിൽ പല വിവിധ ടൈം സോണുകളിൽ നമ്മൾ ആയിരിക്കുന്നു. ആ വലിയ കർത്താവിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ആമേൻ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. തുടർന്ന് അല്പസമയം നാം ദൈവസന്നിധിയിലെ ദൈവവചനത്തിന്റെ മുൻപിലും ആമേൻ എന്റെ സാക്ഷ്യങ്ങളിലൂടെ, എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഒക്കെ അല്പമായിട്ട് കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം. എല്ലാവരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ആമേൻ ഞാൻ ദൈവസന്നിധിയിൽ മുന്നേറുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ആ വലിയ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വലിയ വിശ്വസ്തതകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. നമ്മളൊക്കെ വിചാരിക്കുന്നതൊക്കെ അവിചാരിതമായിട്ടാണെന്ന്. എന്നാൽ ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ അവിചാരിതം എന്നൊരു സംഭവം, ഒരു വാക്കൊന്നും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. എല്ലാം ദൈവം തന്റെ ആമേൻ പദ്ധതി പ്രകാരം സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന ദൈവമായിരിക്കാൻ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഒരു വചനം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചന ഭാഗം വായിച്ചു കേട്ടപ്പോൾ തന്നെ ആമേൻ നമുക്ക് മനസ്സിലായി കാണും ഇത് എവിടെ നിന്ന് ഏത് കോണ്ടെക്സ്റ്റ് ആണ് സംസാരിക്കപ്പെടുന്നതെന്ന്. ഹല്ലേലൂയ. എന്നെ കാട്ടിലൊക്കെ വചന പാണ്ഡിത്യവും ആമേൻ അനേക സ്റ്റേജുകളിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ എനിക്ക് ദൈവാത്മാവ് തന്ന ആമേൻ സ്തോത്രം കൃപയ്ക്കനുസരിച്ച് ആമേൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അതെ, നാം സേവിക്കുന്ന ദൈവം ആരാണ്? നാം പിൻപറ്റുന്ന ദൈവം ആരാണ്? സ്തോത്രം. ഹല്ലേലൂയ. സകല അസാധ്യങ്ങളെയും സാധ്യമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്. നാം ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ ഇങ്ങനെ പാടിയല്ലോ, ആമേൻ. സ്തോത്രം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എല്ലാ അസാധ്യങ്ങളെയും അവൻ സാധ്യമാക്കി തീർക്കുന്ന ദൈവമാണ്. അസാധ്യമെന്ന് ഞാൻ കരുതിയപ്പോൾ ദൈവം അതെനിക്ക് സാധ്യമാക്കി തീർത്തുവെന്ന് ആ പാട്ടുകാരൻ ആമേൻ ആത്മാവിൽ പാടിയതുപോലെ ഞാൻ ഇന്ന് ഓർപ്പിക്കട്ടെ. ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പല വിഷയങ്ങൾ അസാധ്യമെന്ന് എണ്ണിത്തള്ളിയതുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അത് അസാധ്യമെന്ന് നാം തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം അത് അസാധ്യമാക്കി തീർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ.
ദൈവത്തിന് ഓരോ വിഷയത്തിന്മേല് ദൈവത്തിന് പ്രത്യേകമായ ടൈമിംഗ് ഉണ്ട്. സ്തോത്രം. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ച് പറയുമ്പോൾ തന്നെ മറുപടി കിട്ടിയിരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ചിന്തകളും മനോഭാവങ്ങളും ഒക്കെ അങ്ങനെയാണ്. നമ്മളെല്ലാം അങ്ങനെ കണക്ക് കൂട്ടിയാണ് ഇരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ കർത്താവേ ആ വിഷയത്തിന് മറുപടി തരണം. അത് പ്രിയ ദൈവമക്കളെ, ദൈവം മറുപടി തരുവാൻ ശക്തനായ ഒരു ദൈവം. തക്ക സമയത്ത് അവൻ പ്രവർത്തിപ്പാൻ മതിയായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. നമ്മുടെ പ്ലാൻ അല്ല ദൈവത്തിന്റെ പ്ലാൻ. നമ്മുടെ പദ്ധതിയല്ല. നമ്മളെല്ലാം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തെല്ലാം ഓരോ ദിവസവും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന കാര്യം ഇന്ന സമയത്ത് സംഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നവരാണ്. എന്നാൽ സ്തോത്രം, നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുമ്പോൾ അത് എന്തായി തീരുമെന്നറിയാമോ? അത് നമ്മുടെ നാമം ഉയരുവാനല്ല, നമ്മെ വീണ്ടെടുത്ത, നമ്മെ വിടുവിച്ച, നമ്മെ ഉദ്ധരിച്ച, നമ്മുടെ പ്രാണനെ പാതാളത്തിൽ നിന്ന്, പിശാചിന്റെ കരങ്ങളിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച ആ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനാക്കി തീർക്കും. അതുകൊണ്ട് നമുക്കതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് എനിക്ക് ആത്മാവിൽ പറയുവാനുള്ളത്, നാം പ്രാർത്ഥിച്ചു, അത് മടക്കി വെച്ച് ഉപേക്ഷിക്കുവാനല്ല, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമുക്കറിയാം, സ്തോത്രം, ദൈവത്തിന്റെ ദൂതൻ ഇവിടെ കടന്നു വന്ന് മറിയോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, മറിയ ഒത്തിരി ഓപ്ഷൻസുകൾ അവിടെ കൊണ്ടുവരികയാണ്. നമ്മൾ ഇസ്രായേൽ പെൺകുട്ടികളെ ആ കാലഘട്ടത്തിലെ കന്യകുമാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെല്ലാവരും ആഗ്രഹിക്കുകയാണ്, മഷിയയ്ക്ക് ജന്മം കൊടുക്കുവാൻ എന്നെ ഒരുക്കണമേ, എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാം ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ സ്തോത്രം, ആരും അറിയപ്പെടാത്ത, ആരാലും ഗണ്യമാക്കപ്പെടാത്ത, ആരാലും സ്തോത്രം മാനിക്കപ്പെടാത്ത ഒരു വ്യക്തി ജീവിതത്തെ തന്നെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരുന്ന മറിയയുടെ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അതേ ദൈവമക്കളെ, മറിയ അവിടെ ഒത്തിരി ഓപ്ഷൻസുകൾ നിരത്തി വെക്കുന്നുണ്ട്. എനിക്ക് പുരുഷനെ അറിയത്തില്ല, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കുമെന്ന്. അതേ ദൈവമക്കളെ, നമ്മളിൽ പലരും പലപ്പോഴും ദൈവത്തോട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ ഇതെങ്ങനെ സംഭവിക്കും, എനിക്കറിയത്തില്ലല്ലോ അപ്പ, ഇതിനുള്ള സാഹചര്യങ്ങളൊന്നും എന്റെ മുൻപിലില്ലോ. അനേക വാഗ്ദത്തങ്ങൾ നാളുകളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനം വായിക്കുമ്പോൾ, നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അനേക വാഗ്ദത്തങ്ങൾ കേട്ടവരാണ്. സ്തോത്രം. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? പലപ്പോഴും മറിയെ പോലെ നമ്മളും ക്വസ്റ്റ്യൻസുകൾ ഒത്തിരി ഇട്ടിട്ടും ഒടുവിൽ മറിയ പറയുന്ന ഒരു ഭാഗമുണ്ട്, 38-ാം വാക്യത്തിൽ മറിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ, നിന്റെ വാക്കുപോലെ. സ്തോത്രം. ഇതാണ് ദൈവമക്കൾ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതാണ് കർത്താവിന് വേണ്ടത്. സമർപ്പിച്ചു കൊടുക്കുക, ദൈവപാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ അല്പമായിട്ട് എന്റെ സാക്ഷ്യത്തിലേക്കൊക്കെ ഇതിന്റെ മധ്യത്തിൽ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു കത്തോലിക്ക ഭവനത്തിലാണ്. സ്തോത്രം. ഇപ്പോൾ 24 വർഷമായിട്ട് ഡൽഹിയിലും രാജസ്ഥാൻ, ഫരീദാബാദ്, ഈ സ്ഥലങ്ങളിൽ, ഹരിയാന, ഈ സ്ഥലങ്ങളിലൊക്കെ കർത്താവിന്റെ വേലയിൽ ഈ കഴിഞ്ഞ 24 വർഷം ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. സ്തോത്രം. ഈ 24 വർഷത്തെയും എന്റെ എക്സ്പീരിയൻസ്, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ കടന്നുപോയ മേഖലകള്, ദൈവാത്മാവ് നടത്തിയ വഴികള്, ദൈവത്തിന്റെ കരം നടത്തിയതൊക്കെ പറയാൻ പോയാൽ ഇന്നും തീരാത്തവണ്ണം അത്രത്തോളം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് എന്റെ കർത്താവിനെ എണ്ണമിട്ട് പുകഴ്ത്തി പറയുവാൻ, അവന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം അവന്റെ പ്രവൃത്തികൾ എന്റെ ജീവിതത്തിൽ നടന്ന് എനിക്ക് വിവരിക്കുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞല്ലോ, ഒരു കത്തോലിക്ക കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. ഞങ്ങൾ 3 സഹോദരിമാരും മാതാപിതാക്കളും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു എന്റേത്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മാതാവ് തുടർ രോഗിയായിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങൾ കത്തോലിക്ക ആ വിശ്വാസത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്ന ഒരു കുടുംബം. ഒരിക്കലും ഒരു പെന്തക്കോസ് പാസ്റ്റർമാർക്ക് എന്റെ ഭവനത്തിനകത്തെ എൻട്രി കൊടുക്കത്തില്ലായിരുന്നു. എന്റെ പിതാവ് പറയുന്നത് എന്താണ്, ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അനേകരെ പറഞ്ഞയച്ച ഒരു ഭവനമായിരുന്നു എന്റേത്. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അനേക
ആമേൻ ഫോട്ടോകളും ആമേൻ മെഴുകുതിരികളും ഒക്കെ കത്തിച്ച് അതിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതെ, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന മണ്ഡലത്തിലായിരുന്നു. ദൈവവചനത്തിന്റെ ആധികാരികതയോ സത്യങ്ങളോ ഒന്നും അറിയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആമേൻ സ്തോത്രം. ഈ സമയങ്ങളിലൊക്കെ എന്റെ മാതാവ് ശക്തമായ രോഗിയായിരുന്നു. സ്തോത്രം. ഈ രോഗം ദിനം പ്രതി മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. താൻ ആസ്തമ പേഷ്യന്റ് ആണ്. അതുപോലെ തന്നെ തനിക്ക് ഹാർട്ടിനൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റൽ, അങ്ങനെ ഹോസ്പിറ്റലുകൾ മാറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഭവനത്തിനകത്തെ സ്വസ്ഥത നഷ്ടപ്പെട്ട എന്റെ സഹോദരിമാർ രണ്ടുപേരും അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഭവനത്തിൽ നിന്ന് ഹോസ്റ്റലിലാണ്. ഞാനും എന്റെ പിതാവും തനിയെ. എന്റെ മാതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. സ്തോത്രം. എന്റെ പിതാവിനെ കാണുമ്പോൾ രാവിലെ തൊട്ട് വയ്യോളം മെഴുകുതിരി കത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുമല്ലോ എന്ന് വരികിൽ ഏതെങ്കിലും ഒക്കെ പുണ്യ സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ പോകും, തിരിച്ചു വീട്ടിൽ വരും. എല്ലാ ഉത്തരവാദിത്വങ്ങളും നഷ്ടപ്പെട്ടു ഒരു നിരാശനായി, ഒരു മാനസിക രോഗിയെ പോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് നീങ്ങപ്പെട്ടുകൊണ്ടേയിരുന്നു. സ്തോത്രം. ഞാൻ രാത്രിയിലൊക്കെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഉറക്കമില്ല, ഇങ്ങനെ സ്തോത്രം ഈ ഫോട്ടോകളുടെ മുമ്പിൽ മെഴുകുതിരിയുമായി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പിതാവിനെയാണ് കാണുന്നത്. ചിലപ്പോഴൊക്കെ എന്നെയും തട്ടി വിളിച്ചിട്ട് പറയും, പ്രാർത്ഥിക്കുക, അമ്മ മരിച്ചു പോകും, അതുകൊണ്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറയും. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്യുന്ന സമയമായതുകൊണ്ട് കോളേജ്, പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ എൻ്റെ ജീവിതം അങ്ങ് ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലായിരുന്ന സാഹചര്യമാണത്. കാരണം ഭവനത്തിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും എൻ്റെ മേലിലായി തീർന്നു. അങ്ങനെ മുന്നോട്ട് കടന്നു പോകും. എന്നാൽ രാത്രിയിലൊക്കെ എൻ്റെ പിതാവ് വിളിക്കുമ്പോൾ ഞാൻ ഉണരാറില്ല, പ്രാർത്ഥിക്കാറില്ല. എന്നാൽ സ്തോത്രം, അങ്ങനെ വന്നു ഒരു ദിവസം രാത്രി 12 മണിയായപ്പോൾ എൻ്റെ പിതാവ് വളരെ അസ്വസ്ഥനായി തീർന്നിട്ട് പിതാവ് എഴുന്നേറ്റിട്ട് സ്തോത്രം, എന്തൊക്കെയോ കാഴ്ച കണ്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. താൻ സ്വസ്ഥതയില്ലാത്തവനായി തീർന്നു എന്ന് മനസ്സിലായിട്ട് എന്നോട് പെട്ടെന്ന് പറയുന്നുണ്ട്, പെട്ടെന്ന് റെഡിയാകി, നമുക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകണം, ഇനി ഒരു മിനിറ്റ് പോലും ഈ ഭവനത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഈ രാത്രി 12 മണിക്ക് ഞാൻ വരത്തില്ല. ഞാൻ എന്നെ പോലെ രാത്രി സന്ധ്യ ആയാൽ പിന്നെ ഞാൻ വെളിയിൽ ഇറങ്ങത്തില്ല. അത്ര പേടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആ കാലഘട്ടങ്ങളിലൊക്കെ ലൈറ്റുകളില്ല, വെട്ടമില്ല, വെളിച്ചമില്ല, ഇതൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. ആ സ്ഥാനത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ വരികയില്ലെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആരോ എന്നെ ധൈര്യപ്പെടുത്തിട്ട് പറഞ്ഞു, പോകാൻ പറയുകയാണ്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് തയ്യാറായിട്ട് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ശരി, രാത്രി 12 മണിക്ക് ഞാനും എൻ്റെ പിതാവും തന്നെ, ബോധമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് എൻ്റെ പിതാവ് നിൽക്കുന്നത്, അദ്ദേഹത്തെ കൂട്ടി ഞാൻ പോവുകയാണ്. എവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ ഏകദേശം 3 കിലോമീറ്റർ യാത്ര ചെയ്ത് എൻ്റെ മാതാവിന്റെ ഭവനത്തിലേക്കാണ് പോകുന്നത്. എന്റെ മാതാവിന്റെ ഭവനത്തിൽ ഞങ്ങൾ അങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ വഴിക്ക് എന്റെ പിതാവ് നിന്നിട്ട് പറയാ, പുറകെ ആരോ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ, ആരും വരുന്നില്ല, എന്നെ ആരോ ആത്മാവിൽ അന്ന് സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ അവിടെ താങ്ങിയതാണ്. സ്തോത്രം. ഞാൻ അറിയാതിരുന്നപ്പോൾ ആ അറിയുന്ന കരം എന്നെ താങ്ങിയതാണ്. എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ സ്തോത്രം, ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിന്റെ പദ്ധതി, അത് നിറവേറുവാൻ വേണ്ടി ദൈവത്തിന്റെ കരം ഒന്ന് ഇറങ്ങി വന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, സ്തോത്രം, ഞങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്തിട്ട് അമ്മയുടെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ പിതാവ്, എൻ്റെ അങ്കിള് വേറെ ഭവനത്തിലാണ് താമസിക്കുന്നത്, എൻ്റെ ഗ്രാൻഡ് പേരൻസ് താമസിക്കുന്ന ഭവനത്തിലാണ് ഞങ്ങൾ ചെന്നത്. അവിടുന്ന് പെട്ടെന്ന് എൻ്റെ അങ്കിളിനെ കൂട്ടി വരുത്തുവാനായിട്ട് ഇടയായി തീർന്നിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഭവനത്തിന്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ പിതാവ് അങ്കിളിനെ പറഞ്ഞേൽപ്പിച്ചിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളാം. ഇത് പറഞ്ഞിട്ട് പിതാവ് ചിന്തിക്കുന്നത് അവർ രണ്ടുപേരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമെന്നാണ്. എൻ്റെ അങ്കിള് അവർ ഓർത്തഡോക്സ് വിശ്വാസികളാണ്. സ്തോത്രം. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആരോ ഇതിന്റെ എല്ലാം പിറകിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ കരം, എന്നെയും നിങ്ങളെയൊക്കെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ കരം, നാം ഒക്കെ ഒന്നുമില്ലാതിരുന്നപ്പോൾ, ആരുമില്ലാതായിരുന്നപ്പോൾ, ഈ ലോകത്തിൽ പാപത്തിന്റെയും പിശാചിന്റെയും ഒക്കെ ബന്ധനങ്ങളിലായിരുന്നപ്പോൾ നമ്മയൊക്കെ സ്നേഹിച്ച ആ കർത്താവിന്റെ കരം വന്ന് അവിടെ ഇറങ്ങി വന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, എൻ്റെ പിതാവ് കത്തോലിക്ക വിശ്വാസി, എൻ്റെ അങ്കിള് ഓർത്തഡോക്സ് വിശ്വാസി. എന്നാൽ അദ്ദേഹം പറയുകയാണ്, നേരം വെളുക്കട്ടെ ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ അടുത്തൊരു ചർച്ച് ഉണ്ട്, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാമെന്നാണ്. സ്തോത്രം. അദ്ദേഹം പറയുന്ന അടുത്തുള്ള ചർച്ച് എന്ന് പറയുമ്പോൾ IPC ഒരു ചർച്ചാണ്. ഇന്ന് വരെ എൻ്റെ അങ്കിളും ആ ചർച്ചിൽ പോയിട്ടില്ല. ഇന്ന് വരെയും ഈ നിമിഷം വരെ അദ്ദേഹം വിശ്വാസിയല്ല, അദ്ദേഹം ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നാൽ എൻ്റെ പിതാവുമായിട്ട് അങ്കിള് 5 മണിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ആരും കാണില്ല, അയലത്തുള്ള ആരും കാണില്ല എന്നുള്ള ആ ചിന്തയോടുകൂടി അവിടെ കടന്നു ചെല്ലുകയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ,
ഇതെല്ലാം ദൈവത്തിന്റെ ആമേൻ വലിയ പദ്ധതിയായിരുന്നു. ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ലല്ലോ. ആ ദൈവത്തിന്റെ ആമേൻ പ്രവൃത്തിയുടെ കരമായിരുന്നു അന്ന് അവിടെ വെളിപ്പെട്ട് വന്നത്. എന്റെ പിതാവുമായിട്ട് അവരവിടെ കടന്നുപോയി. തിരിച്ചു വരുമ്പോൾ കടന്നുപോയ ഒരു വ്യക്തിയായിട്ടല്ല എന്റെ പിതാവ് കടന്നു വന്നത്. പൂർണ്ണ വിടുതലുള്ളവനായി, സൗഖ്യമുള്ളവനായി, ആമേൻ ആമേൻ മാനസിക തലത്തിൽ തകർന്നവനായിട്ട് കടന്നുപോയോ അവിടെ നിന്ന് വിടുതലുള്ളവനായിട്ട് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, കടന്നു വന്ന് ആമേൻ സ്തോത്രം താൻ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്റെ മാതാവ് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഞാൻ തിരിച്ചെന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. സ്തോത്രം, ആമേൻ സ്തോത്രം. ഇങ്ങനെ എന്റെ പിതാവ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് പറയുകയാണ്, ആമേൻ എന്റെ മാതാവിനെ ഡിസ്ചാർജ് ആക്കി തരണം, ഇനി ഹോസ്പിറ്റലിൽ കിടത്തുവാൻ ആഗ്രഹിക്കുന്ന. ഡോക്ടേഴ്സ് ഒരു പോത്തിലും അവർ സമ്മതിക്കത്തില്ല. അവർ പറഞ്ഞു, ഇനി നിങ്ങളുടെ റിസ്കിൽ വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്റെ സഹോദരി അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ പഠിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, വേണ്ട, നമുക്കിവിടെ വയ്ക്കാം എന്ന് പറഞ്ഞു. എന്റെ പിതാവ് എന്ത് ചെയ്യുന്നറിയാമോ, വീണ്ടും താൻ അടുത്ത ഒരു ചർച്ചിലേക്ക് അവിടെ തന്നെ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഏകദേശം ഞാൻ പറയട്ടെ ദൈവമക്കളെ, 3 മണി വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. തിരിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഡോക്ടേഴ്സ് പറയാണ്, മാതാവിനെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുപോകാം. ഒരു ദിവസം 2 പേരുടെയും മരണമെന്ന് വിധി എഴുതി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ആമേൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ, ആമേൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഈ ലോക സ്ഥാപനത്തിന് മുൻപേ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, ലോക സ്ഥാപനത്തിന് മുൻപേ ഞാൻ നിങ്ങളെ കണ്ടെന്ന്. ആമേൻ സ്തോത്രം. ലോകത്തിനൊരു അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുൻപേ നമ്മെ കണ്ടയാ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരം അന്ന് എന്റെ ഭവനത്തിൽ ഇറങ്ങി വന്നു. ആമേൻ സ്തോത്രം. എന്റെ മാതാപിതാക്കളെ വിടുവിച്ചു. ഇന്നും 2 പേരും ജീവനോടുകൂടെ എന്റെ ഒപ്പം ഡൽഹിയിൽ തന്നെയുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരം, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. എന്നാൽ ഇതെല്ലാം കണ്ടു ആമേൻ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഞാൻ ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ ഞങ്ങളുടെ ദേശത്ത് മുഴുവൻ അറിഞ്ഞു. എന്റെ പിതാവ് ആമേൻ സ്തോത്രം പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് കടന്നു പോകുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞവരും തിരിച്ചറിഞ്ഞിട്ടും ഞങ്ങൾ എല്ലാവരും ഏകനിഷ്ഠായി തീർന്നു. ദൈവമക്കളെ, ഞങ്ങൾ പറഞ്ഞു, കത്തോലിക്ക പാരമ്പര്യം വിട്ട് ഞങ്ങൾ വരത്തില്ല. ആമേൻ, വിടുതൽ സംഭവിച്ചു, സൗഖ്യമുണ്ടായി, ഇതൊക്കെ സത്യമാണ്, എന്നാൽ ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ മാതാവും എന്റെ സഹോദരിമാരൊക്കെ ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പോൾ എന്റെ കൂട്ടത്തിൽ അനേക ഫ്രണ്ട്സ് ഉണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, ഒരിക്കലും നീ ഇതിന് പോകരുത്. ആമേൻ സ്തോത്രം. ആയിരക്കണക്കിന് നെഗറ്റീവ്സുകൾ അവരുണ്ട്. ആമേൻ ബുദ്ധിമണ്ഡലത്തിലേക്ക് ആമേൻ കുത്തിനിറക്കുകയാണ്. ആമേൻ ഇന്ന പെന്തക്കോസ്തുകാർ ഇങ്ങനെ പോലെയാണ്, ഇന്നതുപോലെയാണ്. എനിക്ക് ഒരു പെന്തക്കോസ്തുകാരുമായിട്ട് ഒരു പരിചയവുമില്ല. പക്ഷെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്നവരെ എന്നിലേക്ക് ആമേൻ അവരുടെ തോട്ട്സുകളെ തന്ന് നിറച്ചിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഈ കൂട്ടായ്മയ്ക്കോ ഇതിനൊന്നും ആഗ്രഹിച്ചില്ല. ഞാൻ ഏറ്റവും ഇതിന് ആമേൻ എതിർത്ത് നിന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ ഞാൻ പറയട്ടെ, ഞാൻ ആമേൻ സ്തോത്രം അന്യഭാഷ എന്ന് പറയുന്നതിന് ഏറ്റവും അധികം എതിർത്ത ഒരു വ്യക്തിയാണ്. അതിനെതിരെ ഞാൻ വളരെ ശക്തമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇത് മനുഷ്യന്റെ ബുദ്ധിക്കകത്തുനിന്ന്, എനിക്ക് ഒന്നും അറിയത്തില്ല, ദൈവവചനം അറിയത്തില്ല, ദൈവവചനത്തിന്റെ ആഴം അറിയത്തില്ല, സത്യം അറിയത്തില്ല. എന്നാൽ ആമേൻ സ്തോത്രം എവിടെ നിന്നോ എങ്ങനെയൊക്കെയോ കേട്ടതെന്റെ ബുദ്ധിമണ്ഡലത്തിൽ കിടന്നിട്ട് ഞാൻ പറയാണ്, ഇതൊക്കെ വളരെ തെറ്റാണ്, കള്ളത്തരമാണ്, ഇവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആമേൻ സ്തോത്രം, പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയും എത്ര വലുതാണെന്ന് ആമേൻ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരെ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് വചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അന്ന് എന്റെ ബുദ്ധിക്ക് ഇതൊന്നും അറിയാത്ത കാര്യങ്ങളായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം അന്ന് പറയുമായിരുന്നു, അങ്ങനെയെങ്കിൽ അതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കും. ഞാനത് അനുഭവിച്ചാൽ ആമേൻ 100% ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വാദിക്കുമായിരുന്നത്. അനേക ദൈവദാസന്മാർ എന്റെ ഭവനത്തിൽ വരും. ആമേൻ സ്തോത്ര സുവിശേഷം പറയും. രക്ഷിക്കപ്പെടുവാൻ ദൈവം എനിക്ക് അതിനിടയിൽ ഒരു അവസരം തന്നപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് എനിക്കറിയില്ല എങ്കിൽ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പദ്ധതി അതുണ്ടായിരുന്നത് കൊണ്ട്, നമ്മോട് ഓരോരുത്തരുള്ള ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട്, നാം ഇവിടെ ആയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ആമേൻ രക്ഷിക്കപ്പെട്ടിരുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ ഞാൻ കൂട്ടായ്മയിൽ പോകില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം ആമേൻ സ്തോത്രമായ ഞാൻ കൂടി വന്ന ആ മാതൃസഭയിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ എന്നെ പലപ്പോഴും നിർബന്ധിക്കുമ്പോൾ ഞാൻ പോകത്തില്ല. ഞാൻ ഭവനത്തിൽ സൺഡേയിൽ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നതാണ്. കത്തോലിക്ക സഭയിലും പോകില്ല, എങ്ങും പോകാത്തൊരു അനുഭവമായി. കാരണം ഒറ്റയ്ക്ക് എങ്ങും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ഭവനത്തിൽ ഇരിക്കുമായിരുന്നു. എന്നാൽ എന്റെ പിതാവും എന്റെ മാതാവും ഒത്തിരി നിർബന്ധിച്ച്, നീ തനിയെ ഇവിടെ ഇരിക്കേണ്ട, ഞങ്ങളുടെ ഒപ്പം വെറുതെ ചർച്ചയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അത് വെറുതെ പോയതല്ലായിരുന്നു.
ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്റെ ജീവിതത്തിൽ. സ്തോത്രം. ആമേൻ. ഏകദേശം ആ സമയമായപ്പോഴത്തേക്ക് എന്റെ മാതാപിതാക്കൾ വിശ്വാസത്തിൽ വന്നിട്ട് 2-3 വർഷങ്ങൾ കഴിഞ്ഞു. ആമേൻ. സ്തോത്രം. എന്നാൽ ആ കൂട്ടായ്മയിൽ ഞാൻ കടന്നു പോകുമ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ ദിവസമാണ്. ആ ചർച്ചിൽ ഒന്ന് 14 പേര് സ്നാനപ്പെടുവാൻ വേണ്ടി ആമേൻ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആമേൻ കാര്യാദികളും ഒക്കെയുണ്ട്. ശുശ്രൂഷ ശക്തമായിട്ട് നടക്കുമ്പോൾ ഞാൻ പറയട്ടെ, അന്ന് വരെ എന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും ഈ ആത്മാവിന്റെ അഭിഷേകവും പ്രാപിച്ചിട്ടില്ല. സ്തോത്രം. എന്നാൽ ഞാൻ എങ്ങനെ വാദിച്ചു കൊണ്ടിരുന്നു ആ ആരാധനയെങ്കിൽ ആമേൻ എത്രത്തോളം ഞാൻ ആ ആത്മാവിന് വിരോധമായി സംസാരിച്ചോ അതിന്റെ 10 മടങ്ങോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. അവർ ആമേൻ ആമേൻ സ്തോത്രം ആള് മാറിയവരെ പോലെ ആയിത്തീർന്നു എന്ന് വചനത്തിൽ കാണുന്നുവെങ്കിൽ അതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. മണിക്കൂറുകൾ ദൈവത്തെ ആത്മാവിൽ ആ ഒരു ദിവസം ഞാൻ ആരാധിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, അന്നത്തെ ആരാധന അവസാനിച്ചത് പോലും 3 മണിക്കാണ്. ആ വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന അത്രത്തോളം പരിശുദ്ധാത്മാവ് ആരാണെന്ന് ആമേൻ ആ ദൈവിക ശക്തിയുടെ വല്ലഭത്വത്തിന്റെ വലിപ്പം എന്തെന്ന് തിരിച്ചറിയുവാൻ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി തീർന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അന്ന് പകൽക്കാലം തന്നെ ഞാൻ എൻ്റെ ആത്മാവിൽ നിർണയിച്ചു. ആരും എന്നോട് നിർബന്ധിച്ചില്ല. ഞാൻ നിർണയമെടുത്തു. ഞാൻ സ്നാനപ്പെടും. ഇത് സത്യം. ഇതെന്ന് ഞാൻ തീരുമാനിച്ചുറച്ചു. ദൈവമക്കളെ, പറയുന്നതിന്റെ ആമേൻ സാരം എന്നൊന്ന് പറഞ്ഞാൽ ആമേൻ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. എന്നാൽ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവസ്നേഹം എന്റെ മേൽ ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിമാരോട് ദിനത്തോടെ എനിക്ക് പറയുവാനുള്ളത് ആമേൻ സ്തോത്രം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ കഴിയുന്നവൻ, നമ്മുടെ മേലുള്ള പ്രതികൂലങ്ങളെ അകറ്റുവാൻ കഴിയുന്നവൻ, നമ്മുടെ മേലുള്ള വെല്ലുവിളികളെ അകറ്റുവാൻ കഴിയുന്നവൻ, നമ്മുടെ മേലുള്ള പ്രതിസന്ധികളെ അകറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ അന്ന് തീരുമാനമെടുത്തു. അതിന്റെ നെക്സ്റ്റ് വീക്കിൽ നടക്കുന്ന ആമേൻ സ്നാന ശുശ്രൂഷയിൽ അന്ന് സ്നാനപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവമക്കളെ, അന്നു മുതൽ ഇന്ന് വരെയും വിശ്വസ്തനായ ദൈവം, ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. ദൈവത്തിന്റെ ആ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുതലാണ്. ആമേൻ ആമേൻ. ദൈവമക്കളെ, നാം ആരും നിന്നത് നമ്മുടെ സ്വന്തം കഴിവുകൾ കൊണ്ടല്ല, നമ്മുടെ ആമേൻ നാം ആയിരിക്കുന്ന നമ്മുടെ ചിന്താഗതികൾ കൊണ്ടല്ല. ആമേൻ. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ടാണ് നാം നിൽക്കുന്നത്. ആമേൻ. തുടർന്ന് ആമേൻ എന്റെ വിദ്യാഭ്യാസം മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടേയിരുന്നു. വലിയ ആഗ്രഹമാണ് എനിക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാൻ. എന്റെ സഹോദരിമാർ 2 പേരും നേഴ്സുമാരാണ്. അപ്പോൾ എന്റെ ഹൃദയത്തിലെ ആഗ്രഹം എനിക്ക് ഓഫീസിൽ, എന്റെ മാതാപിതാക്കളുടെ വലിയ ആഗ്രഹമാണ് ഞങ്ങൾ 3 പേരും ജോലി ചെയ്ത് അവരവരുടേതായ കാര്യത്തിൽ അവര് ആമേൻ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നുകൊണ്ട് അവരങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായപ്പോൾ സുവിശേഷ വേലയാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ആമേൻ. ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കർത്താവേ, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. ആമേൻ. സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആമേൻ സ്തോത്രം, ദൈവവചനം പഠിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. വചനം പഠിക്കുവാൻ ഇറങ്ങുമ്പോൾ അനേകര്, ഈവൻ എന്റെ ചർച്ചിലെ പോലും പലരും എന്നോട് ചോദിച്ചു, പെൺകുട്ടികൾ ദൈവവചനം പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് കടന്നു വന്നത്? ഒത്തിരി ഡിസ്കറേജ്മെന്റ്സ് കടന്നു വന്നപ്പോഴൊക്കെയും പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തി. ദൈവം തന്ന അനേക ദർശനങ്ങൾ സ്തോത്രം, ദൈവം എന്നോട് ദർശനങ്ങളിലൂടെ ഇടപെടുവാൻ ഇടയായി തീർന്നു. ദൈവവചനത്തിലൂടെ ഇടപെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. എന്റെ ഒറ്റ ആഗ്രഹം മാത്രമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. സ്തോത്രം. എനിക്ക് അതിനുള്ള ഒരു സാഹചര്യങ്ങളോ വഴികളോ ഒന്നും എനിക്കറിയില്ല. സ്തോത്രം. ദൈവവചനം പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അന്ന് ചർച്ചിലുള്ളവർ പറഞ്ഞു, വചനം പഠിച്ചിട്ട് നീ എന്ത് ചെയ്യും, എവിടെ പോകുമെന്ന്. അപ്പൊ ഞാൻ ദൈവത്തോട് ഈ 3 വർഷം എന്റെ വചനം പഠിക്കുന്ന സമയം മൊത്തം ഞാൻ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, കർത്താവേ, ഞാൻ ഒരു ദിവസം പോലും വെറുതെ എന്റെ വീട്ടിൽ നിൽക്കരുത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേല ചെയ്യുന്ന ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളായിട്ടുള്ളവരുണ്ട്, പ്രിയപ്പെട്ടവരോടൊക്കെ ഓർപ്പിക്കട്ടെ, നാം ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമ്മുടെ പ്രവൃത്തിയെ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന
സർവശക്തനായ ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. നാം ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞാൻ പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങുമ്പോൾ തന്നെ എനിക്ക് ആ ഓഫീസിൽ സെലക്ഷൻ കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഞാൻ റിസൈൻ ചെയ്ത് ആ ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവം, സ്തോത്രം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്, നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നവൻ ആരാണ് നാം അറിയണം. സ്തോത്രം. ഇവിടെ നാം ആമേൻ സ്തോത്രം, ഇവിടെ ആമേൻ മറിയയും ആമേൻ ദൂതനും തമ്മിൽ സംസാരിക്കുമ്പോൾ, അനേക കാര്യങ്ങൾ നാം സംസാരിക്കുമ്പോൾ, ആമേൻ ഇവിടെ എലിശബത്തിനെയും സക്രിയാവിനെയും കുറിച്ച് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നത് എന്നെ ചിന്തിപ്പിച്ചത് ഇതാണ്. ലൂക്കോസിന്റെ 1:6 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആമേൻ, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. സ്തോത്രം. അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യമാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ആമേൻ, എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് ഇതാണ്. ദൈവം നമ്മെ നോക്കുമ്പോൾ, ദൈവം നമ്മെ ദർശിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സന്ദർശിക്കുമ്പോൾ, ആമേൻ, ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് നാം കരയുന്നവരായിരിക്കാം. നമ്മുടെ ഹൃദയം മറ്റുള്ളവരോട് നമുക്ക് പകരുവാൻ കഴിയത്തില്ലായിരിക്കാം. നമ്മെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ ആരോപണം ഉയർത്തുന്ന അനേക ജീവിതങ്ങളുടെ മുൻപിലായിരിക്കാം നാം ആയിരിക്കുന്നതെങ്കിലും, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ആമേൻ, ആമേൻ, സ്തോത്രം. ആ എലിശബത്തിന്റെ ജീവിതത്തിൽ നിന്ദയുടെയും പരിഹാസത്തിന്റെയും ഒക്കെ വാക്കുകൾ ഉണ്ട്. അനേകർ അവളെ നിന്ദിക്കുന്നുണ്ട്. നിനക്കൊരു തലമുറയില്ലല്ലോ, നിനക്കൊരു അനുഗ്രഹമില്ലല്ലോ, നിനക്കൊരു നന്മയില്ലല്ലോ, നീ സേവ ചെയ്യുന്നവളാണ്, ശുശ്രൂഷ ചെയ്യുന്നവളാണ്, നീ കർത്താവിനെ സ്നേഹിക്കുന്നവളാണ്, നിങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കുന്നവരാണ്, എന്നിട്ടും നിന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി എന്ന് ആമേൻ സ്തോത്രം എലിസബത്തിനോടും ആമേൻ ഹല്ലേലൂയ അനേകര് ചോദിച്ചെന്നിരിക്കാം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നമ്മോട് ഓരോരുത്തരോടും അനേകര് വിളിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കാം, നീ ശുശ്രൂഷ ചെയ്തിട്ട് നിന്റെ ജീവിതത്തിൽ ഈ പ്രതികൂലം എന്ത്, ഈ പ്രതിസന്ധി എന്ത് എന്ന് ചോദിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ സന്ദർശനം വരുമ്പോൾ, ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുമ്പോൾ, ആമേൻ സ്തോത്രം, നാം ഒന്ന് ചെയ്താൽ മതി. ആമേൻ, ഇവരെ കുറിച്ചുള്ള ദൈവ സാക്ഷ്യം പോലെ നാം സാക്ഷ്യമുള്ളവരായി നിന്നാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവരെ കുറിച്ച് ദൈവാത്മാവ് സാക്ഷ്യം പറയുകയാണ്. അവരെന്താണ്? ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്. പിന്നെ പറയാണ്, ഇരുവരും ആമേൻ സ്തോത്രം എന്താണ്? സകല ആമേൻ ന്യായങ്ങൾ, കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരാണ്. ഇതായിരിക്കണം ദൈവമക്കളെ. ലോകത്തുള്ളവർ എന്തെങ്കിലുമൊക്കെ മാർക്കിട്ടോട്ടെ, നമ്മെ കാണുന്നവര്, നമ്മുടെ ചുറ്റിനുമുള്ളവര്, നമ്മുടെ ആമേൻ ശുശ്രൂഷകളെ വിരൽ ചൂണ്ടുന്നവരുണ്ടായിരിക്കാം, ആമേൻ വെല്ലുവിളിക്കുന്നവരുണ്ടായിരിക്കാം, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ ദൈവം നമ്മെ കുറിച്ച് പറയണം, ഇവർ ആമേൻ കുറ്റമില്ലാത്തവരാണ്. അങ്ങനെ ദൈവം ഒരു സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ നാം പരാജയപ്പെട്ടു പോകത്തില്ല. ലോകത്തിന്റെ മുൻപിൽ സംഭവിക്കാത്ത വിഷയങ്ങൾ, ആമേൻ, ലോകത്തിന് ആമേൻ അത് അസാധ്യമെന്ന് പറയുന്ന വിഷയങ്ങൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ദൈവദാസിമാരെ ഞാൻ പറയട്ടെ, പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയിൽ ആമേൻ പ്രതികൂലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവദാസിമാരെ ഞാൻ ഓർപ്പിക്കട്ടെ, ആമേൻ, പിശാച് വിരൽ ചൂണ്ടി പലതും പറയും, നിന്നെ നിരാശപ്പെടുത്തി കളയുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ. നീ അവിടെ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നാം വിശ്വസ്തരായി നിന്നാൽ മാത്രം. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ എഡ്യൂക്കേഷനോ, നമ്മുടെ ക്വാളിഫിക്കേഷനോ, നമ്മുടെ കഴിവുകളോ, നമ്മുടെ ആമേൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളോ ഒന്നുമല്ല സർവശക്തനായ ദൈവം നോക്കുന്നത്. ആമേൻ സ്തോത്രം. ആമേൻ സ്വർഗം നൽകുന്ന ക്വാളിഫിക്കേഷൻ, ദൈവം നൽകുന്ന ആമേൻ ആ ഒരു ആമേൻ ക്വാളിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം പരാജയപ്പെട്ടു പോകത്തില്ല. ആമേൻ. നാം പരാജയപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ആമേൻ ഒരു നാളും അനുവദിക്കുന്നത് ദൈവമല്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നാം പറയണം, ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല. ഇവിടെ ആമേൻ മറിയ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. അതൊക്കെ എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യമുണ്ട്. ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം 1:45 ഇങ്ങനെ ആമേൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, കർത്താവ് തന്നോട് അരുളി ചെയ്ത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ എത്രയോ ദൈവിക ദൂതുകൾ കേട്ടവരാണ്, അല്ലെ? എത്രയോ തവണ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്.
ഹല്ലേലൂയ. വചനത്തിലൂടെ ഇടപെട്ടു. ദൈവ പ്രവാചകന്മാരിലൂടെ, പ്രവാചികമാരിലൂടെ ഒക്കെ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ദൈവത്തോട് ചേർന്ന് ഏറ്റു പറയാം, കർത്താവേ, ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി. കർത്താവേ, ഞാൻ നിന്റെ ദാസി. നിന്റെ ഇഷ്ടം, നിന്റെ ഹിതം എന്നിൽ ആമേൻ നിറവേറണമേ. ആമേൻ. സ്തോത്രം. ആമേൻ. പൂർണ്ണമായിട്ടും മറിയ എന്ത് ചെയ്ത് അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയാകുമെന്ന് അവൾ വിശ്വസിച്ചു. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് എന്താ വരുന്നതെന്നറിയാമോ? അവിശ്വാസം കടന്നു. എന്റെ സാക്ഷ്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ കൂടെ ഒക്കെ ആമേൻ തട്ടിച്ച് പറയാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ 24 വർഷത്തെ മിനിസ്ട്രിക്കകത്ത് ആമേൻ അനുഭവിച്ച അനേക കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഒരു വിഷയം ഞാൻ പറയാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 2008 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഒരു വിഷയം. ആമേൻ. രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുകയാണ്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു പ്രത്യേക വിഷയം എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങൾക്ക് വീടുണ്ട്, എല്ലാവർക്കും ഭവനമുണ്ട്. അപ്പൊ ഞങ്ങൾ ഡൽഹി പട്ടണത്തിൽ ഇങ്ങനെ വാടകയ്ക്ക് റെന്റഡ് വീട് മാറി ഇങ്ങനെ 10-15 വീടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ചർച്ചസ് വീടുകളിൽ നടക്കുമ്പോൾ അതിന്റെ പ്രതികൂലം ഇങ്ങനെ വെല്ലുവിളികളുണ്ട്. അപ്പം പക്ഷെ എനിക്കതൊരു ഭാരമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ദൈവത്തോട് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ആ ഒരു വിഷയം എനിക്ക് അങ്ങനെ വേണം കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ നാട്ടിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് പല വിഷയങ്ങളും ഇങ്ങനെ മനസ്സിന് ഭാരമായിട്ട് വന്നപ്പോൾ ഒരു ദിവസം എന്റെ ഹൃദയം ഒത്തിരി വേദനിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ വീടിന് വേണ്ടി അന്ന് ഞാൻ ചോദിക്കുന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. ഇപ്പൊ വെളുപ്പിന് 4 മണിക്ക് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ഉണരുമ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടോണ്ടാണ് എഴുന്നേൽക്കുന്നത്. ആമേൻ, ഞാൻ നിനക്കൊരു ഭവനം തരും. ഇത് കേട്ട് ഞാൻ ചാടി കുറെ കാര്യങ്ങൾ അതിനോട് ചേർത്ത് ഞാൻ കേൾക്കുക. ഒരു വ്യക്തി എന്നോട് പറയുന്ന പോലെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ കിടന്ന ആ വീടിന്റെ എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് ഞാൻ അന്ന് താമസിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ആ ഡോറ് തുറന്ന് ഞാൻ നോക്കുകയാണ്. എല്ലായിടത്തും നോക്കുക, ആരെങ്കിലും എന്നോട് പറഞ്ഞതാണോ എന്ന് നോക്കുകയാണ്. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ എല്ലാ റൂമും അടച്ചു കിടക്കുക, എല്ലാവരും ഉറങ്ങുകയാണ്, ആരും ഉണർന്നിരിപ്പില്ല. അപ്പൊ എനിക്ക് ആമേൻ എന്റെ ഉള്ളത്തിൽ എനിക്ക് ഒരു നിർണയം വന്നു, ഇതെന്നോട് ദൈവം സംസാരിക്കുന്നതാണ്. അവൻ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ ഞാൻ എഴുന്നേറ്റ് ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുന്നത് 2008 ജൂൺ മാസത്തിലാണ്. അപ്പൊ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ വിഷയങ്ങള് ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഷിഫ്റ്റിങ്, വീട് മാറിക്കൊണ്ടേ ഇരിക്കുന്നു. ലാസ്റ്റ് വീട് വരുമ്പോൾ 15ാമത് വീടാണ് ഞങ്ങൾ ഡൽഹി പട്ടണത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം വന്നിരിക്കുക. അപ്പം 15ാമത്തെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പൊ ഈ ഓരോ സമയത്തും ഇങ്ങനെ വീടൊക്കെ മാറുമ്പോഴും എന്റെ ഹൃദയത്തിൽ, ദൈവമേ, നീ ആയിരുന്നോ എന്നോട് സംസാരിച്ചത്? നിന്റെ ശബ്ദമായിരുന്നോ ഞാൻ കേട്ടത്? കർത്താവെ, അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ പിശാച് പറയും, അത് നിനക്ക് തോന്നിയതായിരുന്നു, നിന്റെ ഹൃദയത്തിൽ തോന്നിയതായിരുന്നു. അങ്ങനെ സംശയങ്ങൾ കൊണ്ടുവരും പിശാച്. പലപ്പോഴും ഇങ്ങനെ നമ്മളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കും. എന്നാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇങ്ങനെ പിശാച് പറയുന്നെങ്കിലും വീണ്ടും വീണ്ടും ദൈവാത്മാവ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആമേൻ. അവൻ വാഗ്ദത്തം ചെയ്തെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹബക്കൂക്ക് 2:3 പറയുന്നത് പോലെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വൈകിയാലും അത് വരും നിശ്ചയം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഈ വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴും എന്നോട് എന്നെ ഉത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, എന്നെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് കടന്നു പോവുകയാണ് പ്രിയ ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. മുൻപോട്ട് കടന്നു പോകുമ്പോൾ 2017 ഞങ്ങൾ താമസിക്കുന്ന ആ ഭവനത്തിൽ പ്രിയപ്പെട്ടവർ ഞങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ ഈ ഭവനം വിൽക്കുവാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് പാസ്റ്റർ, നിങ്ങൾ പെട്ടെന്ന് ഈ വീട് ഷിഫ്റ്റ് ചെയ്ത് തരണം, അല്ലെന്ന് വരെ നിങ്ങൾ ഈ വീട് മേടിക്കണം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ ആ വീടെടുത്ത് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ കൂടെ അടുത്താണ്. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭാരമുണ്ടായി. എങ്കിലും കർത്താവിന്റെ ദാസൻ വീടുകളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു പോയി, റെന്റിന് വീടുകൾ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ ഈ വീടിന് നോക്കുവാൻ ഡെയിലി ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ വരും പോകും, അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്നു. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങളുടെ വീട് ഇത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഹൗസ് ഓണർ ഒരു ദിവസം സ്തോത്രം പലരും അവരോട് റേറ്റുകൾ പറഞ്ഞു, ഡേറ്റുകൾ മാറി പോകുന്നു, അങ്ങനെയൊക്കെ വന്നു. ഈ സഹോദരി ഒരു മലയാളി സഹോദരി തന്നെയാണ്. ആ സഹോദരി വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, കർത്താവിന്റെ ദാസനെ, ഇത് നിങ്ങൾക്കുള്ള വീടായിരിക്കും, ഇത് നിങ്ങൾ മേടിക്കണം എന്ന് പറയുകയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് 0. ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞങ്ങൾക്ക് സാലറി സ്ലിപ്പില്ല, ഒന്നുമില്ല. There is nothing.
ഒന്നുമില്ലാത്ത ഇരിക്കുന്ന ഒരു സാഹചര്യം, ശൂന്യമായിരിക്കുന്ന ഒരു അനുഭവമാണ്. ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനേ ഇല്ല, അങ്ങനെ സംഭവിക്കത്തില്ല. ആ സിസ്റ്റർ വീണ്ടും വീണ്ടും പറയാണ്, ഇല്ല ദൈവദാസൻ, ഇത് നിങ്ങൾക്കുള്ള വീടാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞങ്ങൾ ബാങ്കുകൾ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ല, ഞങ്ങളുടെ പൈസ ഞങ്ങൾ വെറുതെ നഷ്ടമായി പോയി, ഞങ്ങൾക്ക് അങ്ങനെയുള്ള വിഷയത്തിന്റെ മുൻപിൽ. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇനിയും ഒരു ബാങ്കിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെ ആ പ്ലാനേ ഇല്ലെന്ന് പറയുകയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കൾ, എന്തിനാണ് ഞാൻ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് വീടുണ്ടെന്ന് പറയുവാനല്ല ഞാൻ പറയുന്നത്. ജീവിക്കുന്ന ഒരു ദൈവം, ആലോചനയിൽ വലിയവരായ ഒരു ദൈവം, പ്രവൃത്തിയിൽ ശക്തിമാനായ ഒരു ദൈവം, എന്നോടും നിങ്ങളോടും സംസാരിച്ചിട്ട് മാറിപ്പോകാത്ത ഒരു ദൈവം, ഹല്ലേലൂയ, ദർശനത്തിലോട് ഏത് ദൈവവചനത്തിലോട് എന്നോട് നിങ്ങളോട് സംസാരിച്ചാൽ അതിനെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് 100% അങ്ങനെ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ പറയട്ടെ, 2017 നവംബർ മാസത്തിൽ സ്തോത്രം, ബാങ്കുകാർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് താ, ഞങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കട്ടെ, ഞങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രം നിങ്ങൾ അതിനുള്ള മണി പൈസ അടച്ചാൽ മതി എന്ന് പറയുകയാണ്. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ആ പേപ്പർ, ഈ വീട്ടുകാർ തന്നിരിക്കുന്ന പേപ്പർ ബാങ്കിൽ കൊടുക്കുമ്പോൾ ഞാൻ പറയട്ടെ ദൈവമക്കളെ, സ്തോത്രം, ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് ദൈവവചനത്തിൽ ചോദിക്കുന്നത് പോലെ ദൈവകരം അവിടെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഇറങ്ങി വന്നു. സ്തോത്രം. ആ ബാങ്കുകാർ ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആക്കി തരികയാണ്. ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ 100% ആരും തരത്തില്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് 80% ആണ് തരുന്നത്. അപ്പോൾ എനിക്ക് ദൈവം അന്ന് ദർശനം തരുമ്പോൾ ഇത്ര ലക്ഷം രൂപ എടുക്കുമെന്ന് വരെ കർത്താവ് എന്നോട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ബാങ്കുകാർ അത്ര ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങളുടെ എത്താൻ. ബാക്കി പൈസ ഉണ്ടാക്കണം, വലിയ കാര്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ പുറകിൽ വലിയ ദൈവത്തിന്റെ കാര്യം ഓരോ ദിവസം ഇറങ്ങി വന്ന് എങ്ങനെ പ്രവർത്തിച്ചു, അതൊക്കെ വലിയ വലിയ സാക്ഷ്യങ്ങളായിട്ടാണ് സ്തോത്രം ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച്. ഞാൻ പറഞ്ഞതിന്റെ സാരം, 9 വർഷം ആ വിഷയത്തിന് വേണ്ടി കാത്തിരുന്നു. 9 വർഷം കഴിഞ്ഞപ്പോൾ 2017 നവംബർ മാസത്തിൽ ഞങ്ങൾക്ക് ഈ ഭവനം ഞങ്ങൾക്ക് എഴുതുവാനായിട്ട് ഇടയത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്തത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിമാരെ, നിന്ദിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, പരിഹസിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, വേദനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. കർത്താവിന്റെ ദാസി പ്രമേയ, നീ ഭാരപ്പെട്ടു പോകേണ്ട. ദൈവം നിനക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനായി ഇറങ്ങി വന്നിരിക്കുന്ന ദൈവമാണ്. മാസങ്ങൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞുപോയി, ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ കരം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അനേക ഭാഗ്യവാന്മാരെ, ഭാഗ്യവതികളെ ഒക്കെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുമെന്നാൽ ഇവിടെ പറയുകയാണ്, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവളാണ് ഭാഗ്യവതി. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവം എന്നോട് പറയുന്നത് നിവർത്തിക്കുമെന്ന് നമ്മുടെ നാവ് കൊണ്ട് നാം ഈ പകൽക്കാലം ഏറ്റുപറഞ്ഞാട്ട്. ഹല്ലേലൂയ. ചിലതൊക്കെ പ്രാർത്ഥിച്ച് നാം മറന്നുപോയതാണ്. ഹല്ലേലൂയ. അതിനി നടക്കത്തില്ലെന്ന് നമ്മൾ വിധി എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മിനി സോമൻ സിസ്റ്ററെ, ദൈവം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസങ്ങളാണിത്. ഹല്ലേലൂയ. നീ മറന്നുപോയ ചില വിഷയത്തിന്റെ മേൽ, ഇത് നടക്കത്തില്ലെന്ന് നീ വിധി എഴുതി വെച്ചിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിനങ്ങളാണിത്. ഹല്ലേലൂയ. ഈ 2025 നീ പ്രാർത്ഥിച്ചു മടുത്തുപോയ ചില വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ ബന്ധനത്തെ അഴിച്ച് അത് നീ കരങ്ങളിലേറ്റ് എന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് എന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. റോമലേഖനം അതിന്റെ 4-ാം അധ്യായം നമ്മൾ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ റോമലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവർ ഏകദേശം 100 വയസ്സുള്ള ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവിതത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിനു മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അവൻ അത് നീതിയായി കണക്കിട്ടു.
ആമേൻ, സ്തോത്രം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എല്ലാം അസാധ്യമാണ്, എല്ലാം ആമേൻ നമുക്കറിയാം. എല്ലാം അവരുടെ മുൻപിൽ എല്ലാം ആമേൻ നെഗറ്റീവ്സ് ആണ് നിൽക്കുന്നത്. അതൊരിക്കലും സംഭവിക്കുവാൻ കഴിയത്തില്ല. അബ്രഹാമിനോ സാറയ്ക്കോ അത് സംഭവിക്കുവാൻ കഴിയത്തില്ല. അവരുടെ ശാരീരികമായുള്ള എല്ലാ ആമേൻ പോസിബിലിറ്റീസും ആമേൻ കഴിഞ്ഞുപോയി, മാറിപ്പോയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, സകല പോസിബിലിറ്റീസും സകലതും അടഞ്ഞെന്ന് വരാം. വഴികളെല്ലാം അടഞ്ഞെന്ന് വരാം. നാം മുട്ടുന്ന വഴികൾ നമ്മുടെ മുൻപിൽ അടഞ്ഞെന്ന് വരാം. നമ്മെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞവർ മാറിപ്പോയെന്ന് വരാം. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഇന്ന് പകൽക്കാലം അവിശ്വാസം എന്ന വൈറസ് പിശാച് നമ്മുടെ ബുദ്ധിക്കുള്ളിൽ, നമ്മുടെ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ, നമ്മുടെ ആമേൻ മുഴങ്കാലുകളിൽ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന അവിശ്വാസം എന്ന വൈറസുമായി പിശാച് വന്ന് നിൽക്കുമ്പോൾ നാം വിശ്വാസത്താൽ ആമേൻ സാമൻ അബ്രഹാമിനെ പോലെ വിളിച്ചു പറയണം, ആമേൻ ആമേൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി എന്റെ മുൻപിലുണ്ട്. പിശാചെ, ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. വാഗ്ദത്തം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാണെന്ന് ഞാൻ ഉറയ്ക്കുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ നാവിനെ തുറന്നിട്ട്, വായ തുറന്നിട്ട് വിളിച്ചു പറ, അതെ, എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഞാൻ കാണാൻ പോകുകയാണ്. അവൻ എന്നോട് പറഞ്ഞത് നിറവേറാൻ പോകുകയാണ്. ആമേൻ, സ്തോത്രം. അബ്രഹാം വിശ്വസിച്ചതുപോലെ, സാറായി വിശ്വസിച്ചതുപോലെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അവിശ്വസിച്ചു പോകാതെ വിശ്വാസത്താൽ അവരത് പ്രൊക്ലെയിം ചെയ്തു. അവരുടെ വാഗൊണ്ട് അവർ ഡിക്ലെയർ ചെയ്തു. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അസാധ്യങ്ങളെ നോക്കി നിൽക്കുന്ന ദൈവമക്കളെ വിളിച്ചു പറഞ്ഞാട്ട്, അസാധ്യമേ, നിന്റെ മേൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവജനമേ, നാം പരാജയപ്പെടുവാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. സകല വാതിലും നിന്റെ മുൻപിൽ അടഞ്ഞോട്ടെ. നീ ആമേന ഉള്ളറയിൽ മുറിക്കകത്തിരുന്ന് കണ്ണുനീരോടെ കരയുന്നത് ആരും കാണുന്നില്ലല്ലോ കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ വലിയവനാണ്. ആ വിശ്വാസത്താൽ സംശയിക്കാതെ, വിശ്വാസത്താൽ നീ ആമേൻ ഇന്നത് അവകാശമാക്കിക്കൊള്ളുക, വിശ്വാസത്താൽ ഏറ്റുകൊള്ളുക, വിശ്വാസത്താൽ പറയുക, ഞാനത് റിസീവ് ചെയ്യുകയാണ്, ഞാനത് ഏറ്റെടുക്കുകയാണെന്ന് പറ. ഒരു പിശാചിനും നിന്നെ തകർത്ത് കളയുവാൻ കഴിയില്ല. നിന്റെ മിനിസ്ട്രിയെ തകർത്ത് കളയുവാൻ കഴിയില്ല. മിനിസ്ട്രിയിൽ എങ്ങനെ മുന്നേറുമെന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസിമാരെ ഞാൻ ഓർപ്പിക്കട്ടെ, മുറിക്കകത്തിരുന്ന് മണിക്കൂറുകൾ ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ച അനേക വിഷയങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ആരംഭകാലങ്ങളിൽ ഫീസ് കൊടുക്കുവാനില്ലാതെ സ്കൂളുകാരനെ നിന്ദിച്ച് സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട സാഹചര്യങ്ങളുണ്ട്. ഞാൻ ആമേൻ സൈക്കിൾ റിക്ഷയിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞിനെ അഡ്മിഷൻ എടുക്കുവാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടാതെ ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ഞാൻ ഇങ്ങനെ സൈക്കിൾ റിക്ഷ, ഈ ഡൽഹി പട്ടണത്തിലുള്ള വാഹനമാണ്, അതിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്, എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം മുടങ്ങുവാൻ അനുവദിക്കരുത്. ഞാൻ എന്നും കർത്താവിനോട് പറയും, കർത്താവെ, നീ വിളിച്ചിട്ട് ഇറങ്ങിയതാണ്, ഞാൻ എന്റെ പദ്ധതിയുമായിട്ടൊന്നും ഇറങ്ങിയതല്ല, ഞാൻ ലജ്ജിക്കല്ലേ എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആ സ്കൂളിൽ ആമേൻ, സ്തോത്രം, ഞാൻ അവരോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അവരെന്നെ അവിടെ ഒന്ന് നിർത്തി ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്തു. നിനക്കറിയില്ലേ നിന്റെ കുഞ്ഞിന് അഡ്മിഷൻ എടുക്കണമെന്ന്? നിനക്കറിയില്ലേ ഫീസ് കൊടുക്കണം? നിനക്കറിയില്ലേ ഡൊണേഷൻ കെട്ടണമെന്ന്? നീ എന്തുകൊണ്ട് ഇത് കരുതി വെച്ചില്ല? നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഇങ്ങനെ 100 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ, ആമേൻ, സ്തോത്രം, എന്റെ മനസ്സ് അവരുടെ മുൻപിൽ ഞാൻ പതറിയില്ലെങ്കിലും ഞാൻ ആ വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, ഇല്ല കർത്താവേ, എനിക്ക് അഡ്മിഷൻ ലഭിക്കണം, എന്റെ കുഞ്ഞ് ഈ വർഷം തന്നെ സ്കൂളിൽ പോയിരിക്കണം. എന്റെ ഹസ്ബൻഡിനോട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സാരമില്ല, അടുത്ത വർഷം അവൻ അഡ്മിഷൻ എടുക്കാം. ഞാൻ പറഞ്ഞു, അടുത്ത വർഷം ഒന്നൊരു ആമേൻ കാര്യമില്ല, ഈ വർഷം അവന് സ്കൂളിൽ പോകണമെങ്കിൽ ഈ വർഷം തന്നെ അവനെ സ്കൂളിൽ വിടണം. ആമേൻ, നമ്മുടെ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആഹാരം കഴിക്കത്തില്ല, എനിക്ക് ആ ഫീസ് ലഭിക്കാതെ ഞാൻ ഇനി ആഹാരം കഴിക്കത്തില്ല. ഞാൻ കർത്താവിനോട് ചോദിക്കും, ഞാൻ ആരോട് ചോദിക്കും? ഞാൻ പറയട്ടെ ദൈവമക്കളെ, എന്റെ ഭവനത്തില് ഒരു മുറിയിൽ ഞാൻ പോയിട്ട് ആ റൂം അടച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇല്ല, ഞാൻ അവരുടെ മുൻപിൽ ലജ്ജിക്കപ്പെടത്തില്ല, ഞാൻ ഫീസുമായിട്ട് അടുത്ത ദിവസം അവിടെ പോകും, എന്റെ കുഞ്ഞിന്റെ അഡ്മിഷൻ എടുക്കും. ഞാൻ പോയത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു.
തോന്നുന്നു. ഞാൻ പറയട്ടെ, അടുത്ത തിങ്കളാഴ്ച ആ രാത്രിയിൽ തന്നെ എനിക്ക് ദൈവം മറുപടി തന്നു. ഞാൻ എത്ര 1000 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതിന്റെ 3 മടങ്ങ് എന്റെ അക്കൗണ്ടിൽ ആ രാത്രിയിൽ വന്നു. ആമേൻ, സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അന്ന് രാത്രിയിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ ആമേൻ ധൈര്യത്തോടെ ഉറപ്പിക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന്റെ മുൻപിൽ ഭാരത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, അടുത്ത നിമിഷം എന്റെ തലമുറയുടെ വിഷയം എന്തായിത്തീരും കർത്താവേ, ഈ വിഷയത്തിൽ ഞാൻ സ്റ്റെപ്പ് എടുത്തു വയ്ക്കും കർത്താവേ. ആമേൻ. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലെ മിനിസ്റ്റർ ചെയ്യുന്ന പലരും ഇതിനകത്തുണ്ട്. ആമേൻ. ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ, സുവിശേഷം ഒരാളോട് സാവകാശത്തോടെ പറയുവാൻ കഴിയാതെ ഒക്കെ ആയിരിക്കുന്നവൻ. എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ നാം നിരാശപ്പെടേണ്ട. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ മുൻപോട്ട് നയിക്കുവാൻ മതിയായ ഒരു ദൈവമാണ്. ആമേൻ, ആമേൻ, സ്തോത്രം. അബ്രഹാം വിശ്വസിച്ചതുപോലെ, സാറ വിശ്വസിച്ചതുപോലെ നീതിയായി കണക്കിടുന്നവനിൽ നാം വിശ്വസിച്ചാൽ ദൈവം പ്രവർത്തിക്കും. ഞാൻ ആ സ്കൂളിൽ ചെന്ന് എന്റെ കുഞ്ഞിന്റെ അഡ്മിഷൻ എടുക്കുവാനായിട്ട് ഇടയായത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ മെടുക്കോ എന്റെ കഴിവൊന്നുമല്ല. നാം ആരെ പിൻപറ്റുന്നുവോ അവൻ വിശ്വസ്തനായ ദൈവമാണ്. നാം ആരെ ഫോളോ ചെയ്യുന്നുവോ അവൻ പറഞ്ഞിട്ട് വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. പ്രിയ ദൈവമക്കളെ, ചിലപ്പോഴൊക്കെ ചിലര് നമ്മളോട് ആമേൻ പറയും, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും. അവരൊക്കെ മറന്നുപോയവരെ ഓർത്ത് ഇന്ന് പകൽക്കാലം നിങ്ങൾ കൈകളെ ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അവര് മറന്നത് കൊണ്ടാണ് ദൈവം ഓർത്തത്. അവര് മറന്നുപോയത് കൊണ്ടാണ് ചിലയിടത്ത് നാം ആമേൻ വലിയ ദൈവപ്രവൃത്തി കണ്ടത്. സ്തോത്രം. അവര് നമ്മളെ 100 രൂപ തന്ന് ഹെൽപ്പ് ചെയ്താൽ പറയും, ഐ ഹെൽപ് ദം. ഞാനാണ് അവരെ താങ്ങിയത്, അല്ല ഞാനാണ് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്, ഞാനാണ് അവർക്ക് വേണ്ടി സംസാരിച്ചത് എന്ന് പറയും. എന്നാൽ സ്വർഗം താനായി തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോൾ ഏതു വെല്ലുവിളിയെയും നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. ഏത് പ്രതികൂലത്തെയും നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവദാസിമാരോടും ദൈവജനത്തോടും ഞാൻ പറയട്ടെ, അവിശ്വാസമെന്ന് ആമേൻ ചിന്തയുമായിട്ട് പിശാച് നിന്റെ അടുത്ത് വരുമ്പോൾ നീ ആത്മാവിൽ അതിനെ ശാസിച്ചകറ്റുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ഇന്ന് അനേകര് പരാജയപ്പെടുകയാണ്. അനേകര് ശുശ്രൂഷ മേഖലകളിൽ പരാജയപ്പെടുന്നവരുണ്ട്, തകർന്നു പോകുന്നവരുണ്ട്. ആമേൻ, സ്തോത്രം. പലരിൽ ശ്രദ്ധ വയ്ക്കുമ്പോൾ, പലരും ആശ്രയിക്കുവാനായിട്ട് ചെന്നുപെടുമ്പോൾ, അവിടെയൊക്കെ പരാജയങ്ങൾ വരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിലും ശുശ്രൂഷ മേഖലകളിലും ഒക്കെ പരാജയപ്പെടും. എന്നാൽ ഞാൻ ആത്മധൈര്യത്തോടും ഉറപ്പോടും പറയട്ടെ, ആമേൻ, സ്തോത്രം, വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുക. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഇന്ന് പകൽക്കാലം നാം തീരുമാനങ്ങളെ പുതുക്കിയെടുക്കുക. അതെ, ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവശക്തി നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ബലം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം പരാജയപ്പെട്ടു പോകത്തില്ല. ദൈവമക്കളെ, നാം ക്ഷീണിച്ചു പോകത്തില്ല, നാം തകർന്നു പോകത്തില്ല. ആമേൻ, സ്തോത്രം. നാം മുന്നോട്ട് തന്നെ പോകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അത് അവന് നീതിയായി കണക്കിട്ട്. എന്നെയും നിന്നെയും സ്വർഗത്തിലെ ദൈവം നോക്കിയിട്ട് പറയട്ടെ, ഞാനത് എന്റെ മകൾക്ക് വേണ്ടി നീതിയായി കണക്കിടും. ഹല്ലേലൂയ. ശരീരത്തിൽ രോഗികളായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. ആമേൻ. നമ്മുടെ രോഗത്തിൽ നമ്മെ വിടുവിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. ഈ രോഗത്തോടു കൂടി നാം അവസാനിക്കത്തില്ല. ഈ രോഗം നമ്മെ ജയിക്കത്തില്ല ദൈവമക്കളെ. നാം അതിന്മേൽ പുറത്തു വരുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. ധൈര്യത്തോടെ തന്നെ എനിക്ക് പറയുവാൻ കഴിയും. ഈ ആമേൻ ഡൽഹി പട്ടണത്തിലെ അനേക രോഗങ്ങളിൽ, അനേക പ്രതികൂലങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. സ്തോത്രം. അവിടെയൊക്കെ തളർന്നു പോകാതെ താങ്ങി നടത്തിയത് ഒരു ദൈവമാണ്. സ്തോത്രം. നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഈ പ്രതികൂലത്തിലൊക്കെ നിൽക്കുവാൻ നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? ദിനം തോറും ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പുതുക്കപ്പെടണം. ആത്മാവിൽ നാം പുതുക്കപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ റൂമിനകത്ത് നാം ഒറ്റയ്ക്കിരുന്ന് ആത്മാവിൽ പുതുക്കപ്പെടണം. ദൈവത്തോട് സംസാരിക്കണം. ഹല്ലേലൂയ. വെല്ലുവിളികളെ അല്ല നാം വലുതായിട്ട് കാണേണ്ടത്, പ്രതികൂലങ്ങളെ അല്ല നാം വലുതായിട്ട് കാണേണ്ടത്, രോഗത്തെ അല്ല നാം വലുതായിട്ട് കാണേണ്ടത്, മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുന്നതല്ല നാം വലുതായിട്ട് കാണേണ്ടത്. എന്താണ് നാം വലുതായിട്ട് കാണേണ്ടത്? നമ്മെ വിളിച്ചവൻ, ഹല്ലേലൂയ, ധൈര്യം നൽകി തരുന്നവൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഭയങ്കര
ഭയമുള്ള വ്യക്തിയായിരുന്നെന്ന് ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് ഇന്ന് എൻ്റെ അകത്ത് ഏത് വിഷയത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ആ ഭയമെന്ന ആത്മാവിനെ ദൈവം എന്നിൽ നിന്ന് അകറ്റി കളഞ്ഞു. സ്തോത്രം. ഏത് സാഹചര്യത്തെ ഫേസ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. നമുക്കറിയാം പത്രോസൊക്കെ എത്ര ധൈര്യഹീനരായിരുന്നു, എത്ര ബലഹീനരായിരുന്നു. യേശു കർത്താവിന്റെ കൂടെ നടക്കുക, നടന്ന് പോവുക, അത്ഭുതം കാണുക. ആമേൻ. 5 അപ്പം 2 മീനും കൊണ്ട് പോഷിപ്പിക്കുന്നത് കാണുക, ഒറ്റ വാക്കുകൊണ്ട് കടലിനെ കാറ്റിനെ ശാന്തമാക്കുന്നത് കാണുക, മരിച്ചു കിടക്കുന്നതിനെ ഒറ്റ വാക്കുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നത് കാണുന്ന പത്രോസൊക്കെ കർത്താവിനെ പറയുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവര് കേട്ടതേ ഉള്ളൂ, അനുഭവിച്ചിട്ടില്ലായിരുന്നു അന്ന് വരെയും. പ്രിയ ദൈവമക്കളെ, അനുഭവിക്കാത്തത് കൊണ്ടാണ് അവരൊക്കെ ക്ഷീണിച്ചു പോയത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ ഞാൻ ബലപ്പെടുത്തട്ടെ, നാം ആത്മാവിൽ ചിലത് അനുഭവിക്കുന്നവരായി തീരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അനുഭവിക്കുന്നവരായി തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിശ്വാസത്തിൽ സംശയിച്ചു പോകാതെ വിശ്വാസത്താൽ ധൈര്യത്തോടെ മുന്നേറുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. അവൻ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ പത്രോസ് പറയുന്നുണ്ട്, എനിക്കിവനെ അറിയത്തില്ല, ഞാൻ ഇവന്റെ കൂട്ടത്തിൽ ഒന്നുമേ ഉള്ളവനല്ല. പിന്മാറി പിറകോട്ട് പോകുന്ന പത്രോസിനെയാണ് നമ്മൾ അവിടൊക്കെ കാണുന്നത്. എന്നാൽ ആത്മ നിറവിൽ വന്നിരിക്കുന്ന പത്രോസ് ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് എങ്ങനെ ശുശ്രൂഷ ചെയ്തോ അതേ അളവിൽ ശുശ്രൂഷ ചെയ്തു വരുന്നത് കാണുവാനായിട്ട് നമുക്ക് കഴിയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പത്രോസിന്റെ മീൻ പിടിച്ചുള്ള ആ ക്വാളിഫിക്കേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ആ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ദൈവമക്കളെ. അവൻ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, അവൻ ആമേൻ ആത്മാവിൽ നേടേണ്ടത് നേടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ഒരു പ്രതികൂലമല്ല. മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളി ഒരു വെല്ലുവിളി അല്ല. ആമേൻ. മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധി ഒരു പ്രതിസന്ധി അല്ല അവന്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ഇങ്ങനെ ആമേൻ നമ്മൾ കാണുന്നുണ്ട്. 8 വർഷം ആമേൻ നടക്കാതെ കടന്ന ഒരു വ്യക്തി. ആമേൻ. സ്തോത്രം. കിടപ്പിലാണ് 8 സംവത്സരമായി. ആമേൻ. 33-ാം വാക്യത്തിൽ പറയുന്ന 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന് പേരുള്ള മനുഷ്യനെ കണ്ടു പത്രോസ് അവനോട്, ഐനയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നു. സ്തോത്രം. നമ്മള് ആമീൻ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം വരെ പഠിക്കുമ്പോൾ പത്രോസൊക്കെ വളരെ പേടിത്തൊണ്ടന്മാരായിട്ട് ഇരിക്കുന്ന പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. ആമീൻ. പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നില്ല. അത്ഭുതം കണ്ടു, അതിശയങ്ങളൊക്കെ കണ്ടിട്ടും ആമീൻ വടയും പലവും വലയും വള്ളവും ഒക്കെ എടുത്ത് പിന്നെയും പോകുന്ന പത്രോസാണ്. എന്നാൽ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് പുതിയ ശക്തി, പുതിയ ബലം, പുതിയ ചൈതന്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ 8 വർഷം തളർന്നു കിടക്കുന്നതിനോട് പറയുക, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന്. അതേ ദൈവമക്കളെ, നാം അധികാരം പ്രാപിച്ച ദൈവജനമാണ് നാം. ഒന്നിനും കൊള്ളാതിരുന്നപ്പോൾ ദൈവം നമ്മെ പുറത്തെടുത്തെങ്കിൽ കർത്താവിന് നമ്മിൽ കൂടെ വലിയ ചെയ്യുവാനുണ്ട്. അതേ സഹോദരിമാരെ, നമ്മിൽ കൂടെ കർത്താവിന് ഇനിയും വലുത് ചെയ്യാനുണ്ട്. എനിക്കറിയാം നിങ്ങളൊക്കെ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന മാന്യ പാത്രങ്ങളാണ്. അനേകർക്ക് ആശ്വാസമേകുന്നവരാണ്. അനേക ഇടങ്ങളിൽ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുന്നവരാണ്. ആമേൻ. സ്തോത്രം. എന്നാൽ ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, വീണ്ടും നാം പുതുക്കപ്പെടുന്ന അനുഭവത്തിലേക്ക്, ആത്മാവിന്റെ ആ പുതിയ നിറവിലേക്ക്, പുതിയ അനുഭവത്തിലേക്ക്, പുതിയ കാഴ്ചപ്പാടിലേക്ക്, പുതിയ ശക്തിയിലേക്ക് ഓരോ ദിവസവും മുന്നേറി വരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ആമേൻ. ആ പത്രോസിന്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ്, മരിച്ച കൊച്ചിനെ എഴുന്നേൽപ്പിക്കുകയാണ്. തബീത എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചു പോയപ്പോൾ അവളെ എഴുന്നേൽപ്പിച്ച് ജീവനിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാണ്. ആ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശക്തിക്ക് വേണ്ടി ദിനം തോറും, ഞാൻ പറയുന്നില്ല നമ്മൾ ശക്തിയില്ലാത്തവരുണ്ട്, ആമേൻ, ആത്മശക്തി പ്രാപിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഓരോ ദിനവും നാം പുതുക്കപ്പെടണം. നമുക്ക് മുൻപിൽ ഇനിയും വെല്ലുവിളികൾ വർദ്ധിച്ചു വരും, പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരും, പ്രതിസന്ധികൾ വർദ്ധിച്ചു വരും. പക്ഷെ നാം പരാജിതരല്ല. കാരണം നാം ജയാളിയായ ക്രിസ്തുവിനെ പിൻപറ്റുന്നവരാണ്. അവന്റെ മക്കളാണ്, അവന്റെ അവകാശികളാണ്, അവന്റെ കൂട്ടവകാശികളാണ്. അവനാണ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആമൻ കാലെടുത്തു വെക്കുവാൻ ആഗ്രഹിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇതിലിരിക്കുന്നുണ്ട്. ആമൻ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്, ആമൻ, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി കൊണ്ട് പുറകോട്ട് നോക്കുവാനല്ല, മുമ്പോട്ട് തന്നെ കാലുകൾ വെച്ച് മുന്നേറുക. ആമേൻ. അനേകർക്ക് നിങ്ങൾ ഒരു ആശ്വാസ വിഷയമായി തീരുവാൻ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്ന മാനപാത്രമാണ്. ഹല്ലേലൂയ. നിർണയമെടുത്താട്ട്, തീരുമാനമെടുത്താട്ട് ഇന്ന് പകൽക്കാലം, ആമേൻ, സ്തോത്രം, ആമേൻ, എന്റെ അനുഭവത്തിലൂടെ ആമേൻ ദൈവം തന്ന ചെറിയ ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞ വിഷയം അത് ഞാൻ പ്രിയ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. നാം നിർണയമെടുക്കുക, തീരുമാനമെടുക്കുക.
അതെ കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി മുന്നേറും. എനിക്ക് അത്യന്ത ശക്തി ധാരാളമായി തരണമേ. നാം തിരുവചനം പഠിക്കുമ്പോൾ ആമേൻ ഇതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. വാഗ്ദത്തം നാം പ്രാപിച്ചവരാണെങ്കിൽ, ദൈവ ശബ്ദം കേട്ടിട്ടുള്ളവരാണെങ്കിൽ, ആമേൻ ഹന്നയെ കുറിച്ച് പറയുന്നത് പിന്നെ അവളുടെ മുഖം വാടിയില്ല. നമ്മുടെയൊക്കെ ഏതാണ് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ ആമേൻ ശുശ്രൂഷയെ ഈ വചനം കേൾക്കുന്നു, പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നു, ഇച്ചിരി കഴിഞ്ഞ് അല്പം അപ്പുറത്തോട്ട് മാറി നമ്മുടെയൊക്കെ വായിൽ നിന്ന് എപ്പോഴും പലപ്പോഴും എന്താണ് നിരാശയുടെ വാക്കുകൾ, അവിശ്വാസത്തിന്റെ വാക്കുകൾ വരും. നമ്മൾ തളർന്നു പോകും, മാനുഷിക വാക്കുകളുടെ മുൻപിൽ ക്ഷീണിച്ചു പോകും. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഹന്നയുടെ മുഖം പിന്നെ വാടിയതില്ല. സ്തോത്രം. 6 മക്കൾക്ക് ജന്മം കൊടുക്കത്തക്കവണ്ണം അഭിഷേകത്തോടെ അവൾ മുന്നേറി. വാഗ്ദത്തം പ്രാപിച്ചവളുടെ മുഖം പിന്നെ വാടിയതില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മോട് ദൈവം സംസാരിച്ചിരിക്കുകയാണ്, ദൈവം നമ്മോട് ഇടപെട്ടിരിക്കുകയാണ്, ദൈവിക ആലോചന ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നാം വിശ്വസ്തരായി മുന്നേറുക. ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഒരു നിർണയം എടുക്കുക. കർത്താവ് എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ ധൈര്യത്തോടെ മുന്നേറും. ആമേൻ സ്തോത്രം. എത്രയോ ചലഞ്ചസുകൾ, ഒറ്റപ്പെട്ടു പോയ എത്രയോ അനുഭവങ്ങൾ ഞങ്ങളുടെ ക്രിസ്തീയ മേഖലകളിൽ ശുശ്രൂഷ മണ്ഡലത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ദൈവമക്കളെ, ബൈബിൾ കോളേജ് അതിനകത്ത് വന്ന വലിയ പ്രശ്നങ്ങൾ, ആമേൻ സ്തോത്രം, ആമേൻ ആരോടും പറഞ്ഞാൽ തീരാത്തതായ വേദനയുടെ ആമേൻ അനുഭവങ്ങൾ കടന്നു വന്നു. എങ്ങനെ അടുത്ത ദിവസം എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ള ആമേൻ ചിന്തകൾ വന്നു. ആമേൻ ദേശം മുഴുവൻ ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് വന്നു. എന്നാൽ അവിടെയെല്ലാം സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന അനേക സാക്ഷ്യങ്ങളുണ്ട്. എന്തിന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ചോദിച്ചാൽ, നമ്മൾ ഏകരായിട്ടല്ല, നാം യുദ്ധം ചെയ്യുന്നത് സർവശക്തനായ ദൈവത്തോട് കൂടെ ചേർന്ന് നമ്മെ ബലപ്പെടുത്തുക, നമ്മെ ധൈര്യപ്പെടുത്തുക, നമ്മെ ശക്തീകരിക്കുക. അവന്റെ സാന്നിധ്യമുണ്ട്. ഹന്നയെ പോലെ മുഖം വാടാത്തവരായി പ്രതിഫലങ്ങളെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ, കർത്താവേ ഞാൻ ഇതിനു വേണ്ടി ആയിരുന്നപ്പാ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞ അനേകരുടെ മുൻപിൽ നമ്മുടെ നാഥന്റെ നാമത്തെ ഉയർത്തുവാൻ, നിന്നെ നിന്ദിക്കുന്നവരുടെ മുന്നിൽ ഉയർത്തുവാൻ, ആമേൻ പെനിന്നെ എത്ര നിന്ദിച്ചാലും ആമേൻ അവളുടെ മുൻപിൽ വലിയ നന്മകളെ ഉയർത്തി കാണിക്കുവാൻ ഹന്നയ്ക്ക് സാധിച്ചതുപോലെ, വാഗ്ദത്തം കേട്ടപ്പോൾ, ആലോചന കേട്ടപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അവൾ മടുത്തുപോയില്ല. ധൈര്യത്തോടെ എഴുന്നേറ്റു. ആമേൻ മുഖം വാടാത്തവളായി പോയി. അനുഗ്രഹങ്ങളെ പ്രാപിച്ചു. അനുഗ്രഹങ്ങളെ ദൈവത്തിന് ആമേൻ ദാനമായി കൊടുത്തു. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, നീ എന്നോട് എത്രയോ വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. ആമേൻ, അത് ഞാൻ അവിശ്വസിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. അതെ അപ്പാ, ഞാൻ നിന്റെ ദാസിയാണ്, എന്നെ ഞാൻ ഏൽപ്പിക്കുന്നപ്പാ, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെപ്പാ. നീ എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ എനിക്ക് ഭവിക്കട്ടെ. എന്റെ തലമുറയുടെ വിഷയമായിക്കോട്ടെ, എന്റെ ശുശ്രൂഷയുടെ വിഷയമായിക്കോട്ടെ, എന്റെ കുടുംബത്തിന്റെ വിഷയമായിക്കോട്ടെ, എന്റെ ഏത് വിഷയമായിക്കോട്ടെ അപ്പാ, നിന്റെ കരം അതിന്മേൽ പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. നമുക്ക് പറയാം, അവൻ പ്രവർത്തിക്കും. ആമേൻ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഓരോരുത്തരുടെ മേലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയുടെ കരം അവിടുന്ന് ചൊരിയുമാണ്. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം നൽകുന്നവൻ, ആമീൻ, അശക്തരെ ശക്തനാക്കുന്ന എന്റെ കർത്താവിന്റെ കൃപ നിന്റെ ഓരോ മക്കളുടെ മേലും, അവരുടെ ശുശ്രൂഷ മേലെ, അവരുടെ ജീവിത മേഖലകളിൽ, ജോലി മണ്ഡലങ്ങളിൽ അവർ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതികൂലത്തിലും കർത്താവെ നിന്റെ കരം താനായി തന്നെ കൂടെ ഇരിക്കണമേ എന്ന്. സ്തോത്രം. നീ അങ്ങനെ ചെയ്ത് ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി പറയും. പ്രാർത്ഥന യാചന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ഇങ്ങനെ അവസരം തന്ന കർത്താവിന്റെ ദാസിദേവന്റെയോടും ആമേൻ മിനിസ്ട്രിയോടും ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളോടും ഒരിക്കൽ കൂടെ ദൈവനാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.